ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു പാചകമായാലോ കൂട്ടുകാരെ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഗോബി മഞ്ചൂരിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും വിപുലമായിട്ടല്ല എങ്കിലും നമ്മളുടേതായ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊന്ന് കണ്ടാലോ? അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് മൈദാപ്പൊടി വേണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ക്യാപ്സിക്കമാണ്. ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള, അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ്. ചില്ലി സോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രീൻ ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓയില്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കോളിഫ്ലവർ ആണ്. ഇത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ. ഇതിലൊരു പ്രധാന വേറൊരു ഐറ്റം ഉണ്ടായിരുന്നു, നമ്മുടെ ഉള്ളിത്തണ്ട്. പക്ഷെ നമുക്കത് ഇന്ന് നമ്മുടെ കയ്യിൽ ഐറ്റം ഇല്ല. അതുകൊണ്ട് ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മൈദ നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. നമുക്ക് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈദയാണ്. കുറച്ച് മൈദ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഇത് ഫ്രൈ ചെയ്യാനും മാത്രം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, കളറിന് വേണ്ടിയിട്ടാണ്, കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർക്കുവാണ്, ഒരിത്തിരി ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഉപ്പ് ചേർത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാമേ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇച്ചിരി ലൂസായിട്ട്, ഇച്ചിരി കുറുകി, ഇത്തിരി ലൂസും ഇത്തിരി കുറുകിയ രീതിയിലാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം, വെള്ളം പോരാ. അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ മാവ് നമ്മളിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്തെടുക്കാമേ. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് കോളിഫ്ലവർ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കാം കൂട്ടുകാരെ.
അപ്പോൾ അങ്ങനെ നമ്മൾ കോളിഫ്ലവറൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് ഷൂട്ട് ചെയ്ത സമയത്ത് അത് ഷൂട്ടായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 സവാള അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുവാണ്. നമ്മൾ 2 സവാളയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം, നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു ഐറ്റം വിട്ട് പോയിട്ടുണ്ടായിരുന്നു ആദ്യം പറയാനായിട്ട്, പച്ചമുളകാണ്. അപ്പോൾ ആ 2 പച്ചമുളക് നമ്മൾ ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. പച്ചമുളക് ഇതെല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കുക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ക്യാപ്സിക്കമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാപ്സിക്കവും സവാളയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സോയാ സോസാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അളവനുസരിച്ചൊന്നുമല്ല ഒഴിക്കുന്നത്, കാരണം നമുക്കധികം സോസ് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം കുറച്ച് സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്, കാരണം എനിക്ക് അങ്ങനെ എടുത്താലേ അത് കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ സോയാ സോസ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചില്ലി സോസാണ് ഒഴിക്കുന്നത്. നമ്മൾ ഗ്രീൻ ചില്ലി സോസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രീൻ ചില്ലി സോസ് ആവശ്യാനുസരണത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാറ്, ഓരോന്നും സെപ്പറേറ്റ് മിക്സ് ചെയ്തെടുക്കാറാണ് പതിവ്, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നമ്മളപ്പോൾ ആവശ്യത്തിന് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുകൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കാമേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, കാരണം ആ ക്യാപ്സിക്കം സവാളയിലും എല്ലാം നന്നായിട്ട് സെറ്റായി കിട്ടണം. അപ്പോൾ അതിനായിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു കോളിഫ്ലവറാണ് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മൊത്തം. അപ്പോൾ അങ്ങനെ നമ്മൾ കോളിഫ്ലവർ എല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഈ മസാലയും ഈ സോസിൻ്റെ ഇതും എല്ലാം കൂടി കോളിഫ്ലവറിൽ പിടിക്കാനായിട്ട് അടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ. നമ്മൾ ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ല, കാരണം നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്താണ് നമ്മൾ ഫ്രൈ ചെയ്തത്. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല. നമുക്കിനിയിപ്പോൾ ഇതൊന്ന് നന്നായി സെറ്റായതിനു ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ഉപ്പ് നന്നായിട്ട് പിടിക്കുന്നതിനായിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാവേ. കാരണം ആ കോളിഫ്ലവറിലും എല്ലാ സവാളയിലും ക്യാപ്സിക്കത്തിലും ഒക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കണം. അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കാരണം ഈ ഗ്രേവി ഒന്ന് സെറ്റാവാനൊക്കെ വേണ്ടിയിട്ട് കുറുകിയൊന്ന് സെറ്റാവാനായിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളിവിടെ കറി നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോൾ സ്വാദിഷ്ടമായ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കൂട്ടുകാരെ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.